അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇല ഖനാത്തി. പ്രിയ കുട്ടികളെ, 2024 ഇന്ന് നടന്ന ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അവയുടെ ആൻസറും നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് എക്സാം എളുപ്പമുണ്ടായിരുന്നോ? കമൻറ്റിൽ അറിയിക്കുക. 6 പ്രവർത്തനമുണ്ട്. അതിൽ 5 പ്രവർത്തനങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഫസ്റ്റ് പ്രവർത്തനം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നഖ്റ ഉൽ ഫിക്ര, പാരഗ്രാഫ് നമുക്ക് വായിക്കാം. വനുജീബു അനിൽ അസ്ഇല, തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് നമുക്ക് ഉത്തരം നൽകാം. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. നഖ്റ ഉൽ ബയാന, വിവരണം നമുക്ക് വായിക്കാം. വനുജീബു അനിൽ അസ്ഇലത്തി താലിയ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതുകയും വേണം. അൽമാ ഓ, വെള്ളം എന്നത് അസാസുൽ ഹയാത്തി, ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് വെള്ളം. ഹുവ മിൻ ഫളിലില്ലാഹി വ നിഅമതിഹി, അല്ലാഹുവിന്റെ മഹത്തായ നിഅമത്ത്, അനുഗ്രഹവും മഹത്വവുമാണ്. നമുക്ക് ആ വെള്ളം കിട്ടാൻ ശ്രേഷ്ഠതയും കൊണ്ടാണ് നമുക്ക് ആ വെള്ളം കിട്ടുന്നത്. മവാരിദുൽ മിയാഹി, വെള്ളത്തിന്റെ സ്രോതസ്സുകള് കസീറത്തുൻ ഫി ബിലാദിന, നമ്മുടെ നാടുകളില് ധാരാളം വെള്ള സ്രോതസ്സുകളുണ്ട്. മിൻഹ, അവയിൽ പെട്ടതാണ് അൽ ബിഅറു, കിണറ്, വന്നഹ്റ്, നദി, വൽ ബഹ്റ്, സമുദ്രം, വൽ ബിർക്കത്തു, കുളം, വൽ ജദ്വലു, തോടുകള്, ഒയ്രിഹ, തോടും കുളവും സമുദ്രവും നദിയും കിണറുകളുമെല്ലാം ഇവയുടെ സ്രോതസ്സുകളാണ്. വാജിബുൻ അലൈന, നമ്മുടെ മേൽ നിർബന്ധമാണ്. അന്നുഹാഫിള, നമ്മൾ സംരക്ഷിക്കല്, അലാ മവാരിദിൽ മിയാഹി, വെള്ള സ്രോതസ്സുകളെ. അൽ മതറു, മഴ, ഹുവ അസാസുൻ, അടിസ്ഥാനമാണ്. ലിൽമ ഇസ്സോഫി, ശുദ്ധമായ വെള്ളത്തിന്റെ അടിസ്ഥാനം തന്നെ മഴയാണ്. യൻസിലുൽ മതറു മിനസ്സമാഇ, ആകാശത്തു നിന്നാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. അൽമാഉ, വെള്ളം എന്ന് പറഞ്ഞാൽ അഅ്ല മിനൽ ദഹബി, സ്വർണത്തെക്കാൾ മൂല്യമുള്ളതാണ്, വിലപിടിപ്പുള്ള ഒന്നാണ് വെള്ളം. ഇനി 5 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 5 ക്വസ്റ്റ്യന്റെയും ഉത്തരം ആ പാരഗ്രാഫിൽ തന്നെയുണ്ട്. നമുക്ക് നോക്കാം. മിൻ ഐന, എവിടെ നിന്നാണ്. യൻസിലുൽ മതറു, മഴ വരുന്നത് എവിടുന്നാണ്. മിനൽ ജദ്വലി, തോടിൽ നിന്നാണോ. മിനസ്സമാഇ, ആകാശത്ത് നിന്നാണോ. മിനൽ ബഹരി, സമുദ്രത്തിൽ നിന്നാണോ. ആൻസർ ബ ആണ്. മിനസ്സമാഇ, ആകാശത്ത് നിന്നാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. ഡാഷ് അഅ്ല മിനൽ ദഹബി, സ്വർണത്തിനേക്കാൾ മൂല്യമുള്ളത് എന്താണ്. അൽമാഉ, വെള്ളമാണോ. അൽ ഹലീബു, പാലാണോ. അൽ അസ്ലു, തേനാണോ. അലിഫാണ് ആൻസർ. അൽമാഉ, വെള്ളമാണ് സ്വർണത്തേക്കാൾ മൂല്യമുള്ളത്. മാ ഹുവൽ അസാസു ലിൽമാ ഇസ്സോഫി, ശുദ്ധമായ വെള്ളത്തിന്റെ അടിസ്ഥാനം എന്താണ്. അശ്ശജറത്തു, മരമാണോ. അൽ ഹയാത്തു, ജീവിതമാണോ. അൽ മതറു, മഴയാണോ. ആൻസർ ജിമാണ്. അൽ മതറു, മഴയാണ് വെള്ളത്തിന്റെ അടിസ്ഥാനം. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 4ാമത്തെ ക്വസ്റ്റ്യൻ, നക്തുബു, നമുക്ക് എഴുതാം. ഇസ്നൈൻ, 2 മിൻ മവാരിദിൽ മിയാഹി, വെള്ള സ്രോതസ്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവയിൽ 2 എഴുതാനാണ് പറയുന്നത്. ബിയർ എഴുതാം, നെഹ്ർ എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 എഴുതുക. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ജം ഒ കെലിമത്തു ബലദുൻ, ബലദുൻ എന്നതിന്റെ ജം എഴുതാനാണ് പറയുന്നത്. ബലദുൻ ജം ബിലാദുൻ, നാടുകൾ. 2ാമത്തെ പ്രവർത്തനം നോക്കാം. യുകമ്മിലുൽ ഹിവാറ, കോൺവെർസേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. റാത്ത മസാഇൻ, ഒരു ദിവസം വൈകുന്നേരം. റഹബ സുഹൈലുൻ, സുഹൈല് പോയി. വ അസ്തികാഉഹു, അവന്റെ കൂട്ടുകാരും കൂടിയിട്ട് എവിടേക്കാണ് പോയത്. ഇലാ ശാത്തിഹിൻ നെഹ്ർ, നദിയുടെ തീരത്തേക്ക്. ഷാഹദു, അവർ കണ്ടു. അന്നഹ്റ, നദിയെ. മുലവ്വസൻ, മലിനമാക്കപ്പെട്ടതായിട്ട്. ബിപ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക്കിലാലും അതുപോലെ തന്നെ. വൽഫലാത്ത്, വേസ്റ്റുകൾ കൊണ്ടും മലിനമാക്കപ്പെട്ടതായിട്ട് നദിയെ അവർ കണ്ടു. അസമ, തീരുമാനിച്ചു. സുഹൈൽ, സുഹൈലും. വ അസ്തിക ഉഹു, അവന്റെ കൂട്ടുകാരും. അലാ തൻലീഫിൻ നെഹ്രി,
നദിയെ വൃത്തിയാക്കാൻ ക്ലീൻ ചെയ്യണമെന്നവർ വിചാരിച്ചു. ഇന്ദൽ ഉറൂബി അസ്തമയ സമയത്ത് റജഊ അവർ മടങ്ങി ഇലാ ബുയൂത്തിഹിം അവരുടെ വീടുകളിലേക്ക്. വഫില്ലൈലി രാത്രിയില് ജലസ സുഹൈൽ ഇരുന്നു യുഫക്കിറു ചിന്തിക്കുന്നതായിട്ട് കുറെ നേരം ഇങ്ങനെ ചിന്തിച്ചിരുന്നു. കൈഫ എങ്ങനെയാണ് അഹ്സുലു എനിക്ക് ലഭിക്കുക അല അൽഫി റൂബിയ 1000 രൂപ. സഅലത്തിൽ ഉമ്മ അവനോട് ചോദിക്കുകയാണ്. ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഉമ്മ ചോദിച്ചു, മാ ബികയ ബുനയ്യ മോനെ നിനക്ക് എന്താണ് പറ്റിയത്? ഫദാറ ബൈനഹു വബൈനൽ ഉമ്മി ഹിവാർ അപ്പോൾ അവനും ഉമ്മക്കും ഇടയിൽ ഒരു കോൺവെർസേഷൻ നടന്നു. നമ്മൾ ആ വിട്ട ഭാഗം ഫില്ല് ചെയ്യണം. അൽ ഉമ്മ പറയാണ്, ബിമാ തുഫക്കിറു നീ എന്താണ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? സുഹൈൽ പറയാണ്, ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു. അവൻ എത്ര കാശ് വേണമെന്നാണ് ആഗ്രഹം? അവിടെ അൽഫ് ഇട്ട് കൊടുക്കുക, 1000 അൽഫു റൂബിയ 1000 രൂപ എനിക്ക് വേണം. ലിമ ഹാദൽ മബ്ലഗ് ഈ തുക ഇത്രയും വലിയ തുക നിനക്ക് എന്തിനാണ്? സുഹൈൽ പറയാണ്, ലിതൻലി ഫിൻ നഹ്രി നെഹ്റ് പുഴ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് റിപ്ലൈ കൊടുത്തു. അപ്പൊ ഉമ്മ പറയാണ്, ലിമ തുനല്ലിഫുൻ നെഹ്റ നീ എന്തിനാണ് ഈ നദിയൊക്കെ ക്ലീൻ ചെയ്യുന്നത്? അപ്പൊ സുഹൈൽ പറയുകയാണ്, അന്നഹ്റു നദി മുലവ്വസുൻ മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്, ബി പ്ലാസ്റ്റിക് വൽഫലലാത്ത് വേസ്റ്റുകളെ കൊണ്ടും എന്നവിടെ എഴുതി കൊടുക്കാം. മൻ ആരാണ് യുഷാരിക്കുമാക്ക ഫിത്തൻലീഫി ഈ ക്ലീനിങ്ങില്? മൻ ആരാണ് യുഷാരിക്കു പങ്കുചേരുന്നത് മാക്ക നിന്നോടൊപ്പം ഫിത്തൻലീഫി ക്ലീനിങ്ങില്? ആര് പങ്കുചേരുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ സുഹൈല് പറയാണ്, യുഷാരിക്കുമായി അൽ അസ്തിക ഓ എന്നോടുകൂടി പങ്കുചേരുന്നത് എൻ്റെ ഫ്രണ്ട്സും അതിൽ പങ്കാളികളാണ്. അൽ ഉമ്മ പറയാണ്, ലാ തഹ്സൻ നീ ദുഃഖിക്കേണ്ട, സനജ്മഉ നമുക്ക് ഒരുമിച്ച് കൂട്ടാം, അൽ മബ്ലഅ ആ അമൗണ്ട് ഒക്കെ നമുക്ക് ഒരുമിച്ച് കൂട്ടാം ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ. സുഹൈൽ അപ്പം അത് കേട്ടപ്പോൾ സന്തോഷത്തോടെ ശുക്രൻ നന്ദി എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. നക്തുബുൽ മുഫക്കിറ നമുക്കൊരു ഡയറി കുറിപ്പ് എഴുതണം. ഇസ്തൈക്കല എഴുന്നേറ്റു, സുഹൈൽ എഴുന്നേറ്റു, മുബക്കിറൻ നേരത്തെ എഴുന്നേറ്റു. ഇസ്തൈക്കല എന്നത് ഒരു ഫിയോയിലാണ്, ഫിയോലു മാലിയാണ്. ഇസ്തഹമ്മ അവൻ കുളിച്ചു, അതും ഒരു ഫിയോയിലാണ്. വലബിസ അവൻ ധരിച്ചു, അതും ഫിയോയിലാണ്. അൽ മലാബിസ് അൽ ജദീദ പുതിയ ഡ്രസ്സ് ധരിച്ചു. ഖറജ അവൻ പുറപ്പെട്ടു, ഫിയോയിലാണ്. അൽ ഉഖ്തി സഹോദരിയുടെ കൂടെ, ഇലൽ മദ്രസത്തെ സ്കൂളിലേക്ക് പുറപ്പെട്ടു. വറജ അവൻ മടങ്ങുകയും ചെയ്തു, ഇലൽ ബൈത്തി വീട്ടിലേക്ക്, മസാഅൻ വൈകുന്നേരം. ശരിബശായ ചായ കുടിച്ചു. വദഹബ ഇലൽ മൈദാനി ഗ്രൗണ്ടിലേക്ക് അവൻ പോവുകയും ചെയ്തു. വലഇബ അവൻ കളിക്കുകയും ചെയ്തു, അൽ അസ്തിക ഈ കൂട്ടുകാരുടെ കൂടെ. സൊല്ല അവൻ നമസ്കരിച്ചു, സൊല്ലൽ മഅരിബ് നമസ്കരിച്ചു. വഖറഅ വായിക്കുകയും ചെയ്തു, അദ്ദർസ പാഠം. വകതബൽ മുദക്കിറത്തു അവൻ ഒരു കുറിപ്പെഴുതുകയും ചെയ്തു, ഫി ദഫ്തരിഹി അവന്റെ നോട്ട്ബുക്കിൽ. ഹയ്യ വരൂ, നുസാഇദുഹു അവനെ നമുക്ക് സഹായിക്കാം, ലികിതാബത്തിൽ മുഫക്കിറ ഒരു ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. ഇസ്തൈഖലതു അവൻ എഴുതുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫിയോയിലുകളെയെല്ലാം അവൻ ചെയ്തു, അവൻ കുളിച്ചു, അവൻ പുറപ്പെട്ടു, അവൻ പോയി, അവൻ കളിച്ചു, അവൻ നമസ്കരിച്ചു, അവൻ വായിച്ചു, അവൻ എഴുതി എന്നതാണ്. ഇവിടെ ഇനിയെല്ലാം ഫിയോയിലുകളില് ഞാൻ ചെയ്തു, ഞാൻ എന്ന ഡയറിയിൽ എല്ലാം ഞാനാക്കി മാറ്റണം. അപ്പോൾ എന്തു വേണം? ഇവിടെ ഇസ്തൈക്കല എന്നത് ഇസ്തൈക്കല് തു എന്നായിട്ട് മാറി. ലാസ്റ്റ് സുക്കൂൻ കൊടുത്തിട്ട് തു എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്ന അർത്ഥം ഫിയോലിന് കിട്ടും. നോക്കൂ, ഇസ്തൈക്കല് തു ഞാൻ എഴുന്നേറ്റു, മുബക്കിറൻ നേരത്തെ എഴുന്നേറ്റു എന്നായി. അപ്പോൾ ഈ ഞാൻ വരുമ്പോൾ അവിടെ ഫായിലിന്റെ ആവശ്യം പിന്നെ വീണ്ടും സുഹൈൽ എന്ന് എഴുതേണ്ടതില്ല, ഓൾറെഡി ആയി. ഇസ്തഹ്മംതു ഞാൻ കുളിച്ചു എന്നും വന്നു. ഇനി വലബിസ എന്നോർത്ത് വലബിസ്തു ഞാൻ ധരിച്ചു, അൽ മലാബിസ
മലാബിസൽ ജദീദ എന്നെഴുതുക. ഹറജ് തു ഞാൻ പുറപ്പെട്ടു, മഅൽ ഉഖ്തി ഇലൽ മദ്രസത്തി. വറജ എന്ന ഫിയൽ പ്രവർത്തനമാണ്. ഫിയലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവിധ പ്രവർത്തനങ്ങളുമാണ് ഫിയലിൽ പെടുന്നത്. റജ മടങ്ങുക. ഇനി ഞാൻ മടങ്ങി എന്നെഴുതണം. വറജഅതു ഞാൻ മടങ്ങി. അവസാനത്തെ വേർഡിന് ഹർഫിന് അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുക, ഒരു തു എന്നും ചേർത്ത് കൊടുക്കുക. ഇലൽ ബൈത്തി മസാഅൻ. ശരിബ് തു ഷായ ചായ ഞാൻ കുടിച്ചു. വദഹബ്തു ഇലൽ മൈദാനി വലഇബ്തു മഅൽ അസ്തികാഇ. സല്ലൈതു അൽ മഗ്രിബ വഖറഅതു അദ്ദർസ വകതബ്തു അൽ മുദക്കിറ ഫീ ദഫ്തരി എന്നെഴുതണം, എൻ്റെ നോട്ട്ബുക്കിൽ. നാലാമത്തെ പ്രവർത്തനം നോക്കാം. നഖ്റ ഉത്തസ്രീഹാത്തി താലിയ താഴെയുള്ള പ്രസ്താവനകൾ നമുക്ക് വായിക്കണം. വനക്തശിഫു നമുക്ക് കണ്ടെത്താം. സുതൂറൻ മുനാസിബത്തൻ യോജിച്ച ലൈനുകൾ വരികൾ നമുക്ക് കണ്ടെത്തണം. ഈ പ്രസ്താവനയോട് യോജിച്ച വരികൾ നമ്മൾ കണ്ടെത്തണം. വനക്തുബുഹ എന്നിട്ട് അവയെ നമുക്ക് എഴുതാം. സലാമൻ അയ്യുഹൽ മാഉ വെള്ളമേ നിനക്ക് സമാധാനം. ഫമിൻകൽ കുല്ലു അഹിയാഉ എല്ലാ ജീവജാലങ്ങളും വെള്ളമേ നിന്നിൽ നിന്നാണ്. ഫകുല്ലു ശുക്രി എല്ലാ നന്മയും വൽ ഹുബ്ബി സ്നേഹവും ലിമാ അൻസൽത യാ റബ്ബി ഈ വെള്ളത്തെ ഇറക്കിയ നിനക്കാണ് എല്ലാ നന്ദിയും സ്നേഹവും. വഫി ഉസ്രിൻ പ്രയാസത്തിലും വഫി യുസ്രിൻ എളുപ്പത്തിലും യജൂദുൽ മാഉ ബിൽ ഖൈരി അല്ലാഹു നമുക്ക് ഖൈറായി കൊണ്ട് വെള്ളം ദാനമായി നൽകിയിരിക്കുന്നു. വകുല്ലുൽ ഫളിലി ലാ മഹത്വവും വൽ ഇഹ്സാൻ നന്മയും ബിമാ അക്റംത യാ മന്നാൻ വെള്ളം നൽകൽ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിച്ചിരിക്കുകയാണ്. വസിറുൽ ഖൈരി ഫിൽ അക്വാൻ പ്രപഞ്ചത്തിൽ നന്മയുടെ രഹസ്യം ഈ വെള്ളമാണ്. ബിഹാദൽ മാഇയ ഇൻസാൻ ഈ വെള്ളം കൊണ്ടാണ് മനുഷ്യൻ നിലനിൽക്കുന്നത്. അത് പ്രപഞ്ചത്തിലെ നന്മയുടെ ഒരു രഹസ്യമാണ്. വദീബുൽ ഐഷി ജീവിതത്തിലെ നന്മ എന്ന് പറഞ്ഞാൽ യാ ഇഖ്വാൻ സഹോദരങ്ങളെ ജീവിത നന്മ എന്ന് പറഞ്ഞാൽ ബിതോഅത്തി റബ്ബിനർ റഹ്മാൻ റഹ്മാനായ റബ്ബിനെ അനുസരിക്കലാണ്. ഇവിടെ 5 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതേ ആശയം അർത്ഥം വരുന്നത് ഈ കവിതയിലെ വരികളിൽ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. ഒന്നാമത്തേത് നോക്കൂ. റഅദുൽ ഐഷി ജീവിത സമൃദ്ധി എന്ന് പറഞ്ഞാൽ ബി ഇബാദത്തില്ല ദൈവത്തെ ആരാധിക്കൽ കൊണ്ടാണ് സമൃദ്ധമായ നല്ല ഐശ്വര്യം നിറഞ്ഞ ജീവിതം ഉണ്ടാവുന്നത്. ലാസ്റ്റ് ലൈനാണ് വദീബുൽ ഐഷി ജീവിത നന്മ എന്ന് പറഞ്ഞാൽ യാ ഇഖ്വാൻ ബിതോഅത്തി റബ്ബിനർ റഹ്മാൻ എന്ന ലൈനാണ്. രണ്ടാമത്തേത് കുല്ലു ഹയ്യിൻ എല്ലാ ജീവജാലങ്ങളും മിനൽ മാഇ വെള്ളത്തിൽ നിന്നാണ്. അതേ അർത്ഥം വരുന്നത് ആദ്യത്തേതാണ്. ഫമിൻകൽ കുല്ലു അഹിയാഉൻ സലാമൻ അയ്യുഹൽ മാഉ വെള്ളമേ നിന്നിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും ഉള്ളത്. ഒന്നാമത്തെ ലൈനാണ് രണ്ടാമത്തേതിന്റെ ആൻസർ. മൂന്നാമത്തേത് നോക്കൂ. അൽ മാഉ വെള്ളം യജൂദു അത് നന്മയായി ദാനമായിട്ട് നൽകിയിരിക്കുന്നു. ബിൽ ഖൈരി നന്മയുടെ ഒരു ദാനമായിട്ട് നമുക്ക് വെള്ളം അല്ലാഹു ദാനമായിട്ട് നൽകിയിരിക്കുകയാണ്. ആ 3ന്റെ ആൻസർ വരുന്നത് വഫി ഉസ്രിൻ വഫി യുസ്രിൻ പ്രയാസത്തിലും എളുപ്പത്തിലും യജൂദുൽ മാഉ വെള്ളം ദാനമായി നൽകുന്നു അല്ലാഹു ബിൽ ഖൈരി നന്മയായിട്ട്. ഇനി നാലാമത്തേത് അല്ലാഹുമ്മ അല്ലാഹുവേ ലക ശുക്ർ നിനക്കാണ് എല്ലാ നന്ദിയും. ലിൽ മത്വരിൻ നാസിലി മഴ ഇറക്കിത്തരുന്ന അല്ലാഹുവേ നിനക്കാണ് നന്ദി എന്ന് പറയുകയാണ്. ആ 4ന്റെ അതേ ആശയം വരുന്നത് ഫകുല്ലു ശുക്രി വൽ ഹുബ്ബി ലിമാ അൻസൽത യാ റബ്ബി വെള്ളത്തെ ഇറക്കിത്തരുന്ന നിനക്കാണ് എല്ലാ നന്മയും അതുപോലെ തന്നെ സ്നേഹവും. ഇനി 5ാമത്തേത് നോക്കൂ. അല്ലാഹു കരീമുൻ ബിൽ ഫളിലി വൽ ഇഹ്സാൻ നന്മ കൊണ്ടും മഹത്വം കൊണ്ടും അല്ലാഹു വളരെയധികം കരീം മാന്യനാണ്.
ആദരവർഹിക്കുന്നവനാണ്. ഇതേ ആശയം വരുന്നത് വകുല്ലുൽ ഫളിലി വൽ ഇഹ്സാൻ ബിമാ അക്രംത യാ മന്നാൻ എന്ന വരിയാണ്. അഞ്ചാമത്തെ പ്രവർത്തനം നഖ്റഉൽ ജുമലൽ ആതിയ, താഴെയുള്ള സെന്റൻസുകൾ നമുക്ക് വായിക്കാം. വനുഇദ്ദുൽ അസ്ഇല, ചോദ്യങ്ങൾ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. ബി ഇസ്തിഖ്ദാമിൽ അദവാത്തി ഫിൽ മുറബ്ബഇ, ചതുരത്തിൽ കൊടുത്തിരിക്കുന്ന ആ വേർഡ്സുകൾ, അദവാത്തുകൾ, ക്വസ്റ്റ്യൻ വേർഡുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ തയ്യാറാക്കണം. ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ നോക്കൂ, ആൻസർ കൊടുത്തിരിക്കുന്നത് മത്താറു കാലിക്കൂത്ത്, കോഴിക്കോട് എയർപോർട്ട്, ഫി മുക്കാത്തി മലപ്പുറം, മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. എവിടെയാണ് കോഴിക്കോട് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിക്കണം. ക്വസ്റ്റ്യൻ വേർഡിന്റെ അർത്ഥം അറിയാലോ. മൻ, ആരാണ്, കം, എത്ര, മാത, എന്ത്, മത, എപ്പോൾ, ഐന, എവിടെ. ഇവിടെ എവിടെ എന്നാണ് ക്വസ്റ്റ്യൻ വേർഡ് ഇവിടെ യോജിച്ചു വരുന്നത്. ഐന, എവിടെയാണ്, യക്കഉ മത്താറു കാലിക്കൂത്ത്, കോഴിക്കോട് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് അബുൽ വത്തൻ, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് രാഷ്ട്രപിതാവ്. ഇവിടെ ചോദ്യം നമ്മൾ ഉണ്ടാക്കണം. ആരാണ് രാഷ്ട്രപിതാവ്? മൻ ഹുവ അബുൽ വത്തൻ, രാഷ്ട്രപിതാവ് ആരാണ് എന്ന് ചോദിക്കാം. മൂന്നാമത്തേത് നോക്കൂ, നെഹ്തഫിലു യൗമൽ അറബിയ ഫി 18 ഡിസംബർ. ഡിസംബർ 18 അറബി ഭാഷാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത്. നമുക്ക് ചോദ്യം, മത്ത, എപ്പോഴാണ് നെഹ്തഫിലു യൗമൽ അറബിയ, അറബി ഭാഷാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എപ്പോഴാണ്? ബായിലെ പ്രവർത്തനം നോക്കാം. നുലാഹിലു സൂറ, ചിത്രം നമുക്ക് നിരീക്ഷിക്കാം. വനു ഖെമ്മിലുൽ ജുമല, സെന്റൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ബി ഇസ്തിഖ്ദാമി, ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹർഫിൽ ജരി, ജെറിന്റെ ഹർഫ് യോജിച്ച സ്ഥലത്ത് ചേർത്ത് കൊടുക്കണം. മിസാൽ, ഉദാഹരണം കൊടുത്തിരിക്കുന്നത് അൽ ഉഷു അല ഷജറത്തി, മരത്തിന്മേലാണ് കൂടിരിക്കുന്നത്, കൂടുള്ളത്. അതേപോലെ യക്കിഫു, തെക്കിഫുൽ മുദരിസത്തു, തെക്കിഫുൽ മുദരിസത്തു, ടീച്ചർ നിൽക്കുന്നു, ഡാഷ് അസൊഫി, ക്ലാസ്സിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മള് ഫിസൊഫി എന്ന് ചേർത്ത് കൊടുക്കാം, ക്ലാസ്സിൽ. ഇൽ എന്ന അർത്ഥത്തിന് ഫി എന്ന് ചേർത്ത് കൊടുക്കാം, ഫിസൊഫി. 2 അൽ ഹക്കീബത്തു, ബാഗ്, ഡാഷ് അത്തോവിലെത്തി, മേശയുടെ മുകളിലാണ്, മേശമേലാണ് ബാഗിരിക്കുന്നത്. അലത്തോവിലെത്തി, അല എന്ന ഹർഫു ജർ ചേർത്ത് കൊടുക്കുക. ആറാമത്തെ പ്രവർത്തനം നോക്കാം. നക്തുബുൽ ജുമല, സെന്റൻസുകൾ നമുക്ക് എഴുതണം. ബി ഇസ്തിഖ്ദാമിൽ അഫ്ആലി, ഫിയലുകൾ ഉപയോഗിച്ചുകൊണ്ട്, അൽ മുനാസിബ, യോജിച്ച, ഫിൽ മുറബ്ബഇ, ഇവിടെ ചതുരത്തിലെ ഏതാനും വേർഡ്സുകൾ സ്ക്വയറിൽ കൊടുത്തിട്ടുണ്ട്, അവയിൽ യോജിച്ചത് ചേർത്ത് കൊടുക്കണം. ഫിയലു മുലാരി ആയി വേർഡുകളാണ്, ഫിയലു മുലാരി ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പിക്ചർ നോക്കിയിട്ട് അവിടെ യോജിച്ച മുലാരി ആയ ഫിയൽ ഏതാണോ അതവിടെ ചേർത്ത് കൊടുക്കണം. അർത്ഥം നോക്കാം. യദ്ഹബു, അവൻ പോകുന്നു അല്ലെങ്കിൽ അവൻ പോകും. യഷ്റബു, അവൻ കുടിക്കുന്നു അല്ലെങ്കിൽ അവൻ കുടിക്കും. തഅ്കുലു എന്ന് പറഞ്ഞാൽ അവൾ തിന്നുന്നു അല്ലെങ്കിൽ അവൾ തിന്നും. യഖ്റഉ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ടർത്ഥമാണ്. അവൻ എഴുതുന്നു അല്ലെങ്കിൽ അവൻ എഴുതും. തജ്ലിസു, അവൾ ഇരിക്കുന്നു അല്ലെങ്കിൽ അവൾ ഇരിക്കും. തഷ്റബു, അവൾ കുടിക്കുന്നു അല്ലെങ്കിൽ കുടിക്കും. തദ്ഹബു, അവൾ പോകുന്നു അല്ലെങ്കിൽ പോകും. രണ്ടർത്ഥത്തിലാണ് മുലാരി ആയ ഫിയലുകൾ വരുന്നത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ആദ്യം ഒരു ഡാഷ് ഇട്ടിട്ട് സുബൈറുൻ സൊലാത്തൽ ഫജ്രി, സുബഹി നമസ്കാരം, സുബൈർ ഡാഷ് ഇവിടെ സുബൈർ, യുസല്ലി സുബൈറുൻ, സുബൈർ നമസ്കരിക്കുന്നു അല്ലെങ്കിൽ നമസ്കരിക്കും. സൊലാത്തൽ ഫജ്രി, പ്രഭാത നമസ്കാരം, സുബഹി നമസ്കാരം, സുബൈർ നമസ്കരിക്കുന്നു. ഇനി നോക്കൂ, ആയിഷ തുഫാഹത്തുൻ, പറ ആപ്പിള്, ആപ്പിള് തിന്നുന്നു. തഅ്കുലു എന്നാണ് ചേർക്കേണ്ടത്. തഅ്കുലു ആയിഷത്തു, ആയിഷ തിന്നുന്നു. അത്തുഫാഹത്ത്, ആപ്പിള്. ഇനി അടുത്ത പിക്ചറിൽ
ഒരു കുട്ടി ബുക്ക്, ഫവാസി എന്ന കുട്ടി ബുക്ക് വായിക്കുന്നു. വായിക്കുക എന്നതിന് നമ്മൾ യഖ്റഉ വായിക്കുന്നു. യഖ്റഉ ഫവാസു അൽ കിതാബ ബുക്ക് വായിക്കുന്നു. ഇനി അമീൻ അൽമാ വെള്ളം കുടിക്കുന്നു. യഷ്റബു അമീനു അൽമാ. റാഷിദ ചെയറിൽ ഇരിക്കുന്നു. തെജ്ലിസു റാഷിദ അലൽ കുർസിയി. തെജ്ലിസു ഇരിക്കുന്നു. റാഷിദത്തു അലൽ കുർസിയി ചെയറിൽ ഇരിക്കുന്നു. ഇനി മാജിദ് സ്കൂളിലേക്ക് പോകുന്നു. യദ്ഹബു മാജിദുൻ ഇലൽ മദ്രസത്തി. മാജിദ് സ്കൂളിലേക്ക് പോകുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.